ഇൻഡക്ഷൻ കുക്കറിനകത്ത് വരുന്ന പഴയ ബോർഡ് മാറ്റിയിട്ട് പകരം പുതിയ ടച്ച് ബോർഡ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം ഇൻഡക്ഷൻ കുക്കറിൽ വരുന്ന സ്ക്രൂ അഴിച്ചു മാറ്റുക. മുകളിൽ വരുന്ന ഭാഗം അഴിച്ചെടുക്കുക. അതിനുശേഷം മുകളിലത്തെ കവറിൽ നിന്നും ഫ്രണ്ട് പാനൽ അഴിച്ചെടുക്കുക. ഈ കാണുന്നതാണ് ഇൻഡക്ഷൻ കുക്കറിന്റെ മുകളിലത്തെ കവറിൽ വരുന്ന ഫ്രണ്ട് പാനൽ. ഇൻഡക്ഷൻ കുക്കറിനകത്ത് വരുന്ന കോയിൽ 3 സ്ക്രൂ ഉപയോഗിച്ചാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രൂ അഴിക്കുമ്പോൾ അതിന്റെ അടിഭാഗത്തായി കാണുന്നതാണ് അതിന്റെ മെയിൻ ബോർഡ്. ഇതാണ് ഇൻഡക്ഷൻ കുക്കറിനകത്ത് വരുന്ന ഇൻഡക്ഷൻ കോയിൽ. നമുക്ക് മാറ്റാനുള്ളത് ഈ കാണുന്ന ബോർഡാണ്. ആദ്യം ബോർഡിലെ AC കോഡ് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗം അഴിച്ചു മാറ്റുക. അതിനുശേഷം പഴയ ബോർഡ് ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് മാറ്റുക. ഇൻഡക്ഷൻ കുക്കറിന്റെ പഴയ കവർ ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലോണം ക്ലീൻ ചെയ്യുക. ഈ ബോക്സിനകത്ത് ഇൻഡക്ഷൻ കുക്കറിന്റെ ഒരു ബോർഡും ആ ബോർഡ് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു പാനലും ഉണ്ടാകും. ഈ പാനൽ ബോർഡ് വർക്ക് ചെയ്യിപ്പിക്കാൻ നമ്മുടെ ഫിംഗർ ഉപയോഗിച്ച് വെറുതെ തൊട്ടാൽ മാത്രം മതി. മുൻപ് ക്ലീൻ ചെയ്ത ഇൻഡക്ഷൻ കുക്കറിന്റെ അടിഭാഗത്തെ കവർ എടുക്കുക. അതിൽ ഒരു ഫാൻ ഉണ്ടാകും. ഫാൻ ജസ്റ്റ് ഒന്ന് തട്ടി നോക്കുക, ഫാൻ ഫ്രീ ആയിട്ടാണോ കറങ്ങുന്നത് എന്ന്. ഇൻഡക്ഷൻ കുക്കറിന്റെ പഴയ ബോർഡ് ഫിറ്റ് ചെയ്തിരുന്ന അതേ സ്ഥലത്ത് പുതിയ ബോർഡ് ഫിറ്റ് ചെയ്യുക. അതിനുശേഷം AC ഇൻപുട്ട് കണക്ഷൻ കൊടുക്കേണ്ട ഈ കണക്ടറിൽ വയർ കണക്ട് ചെയ്യുക. ഇനി കൊടുക്കാനുള്ളത് ഇൻഡക്ഷൻ കുക്കറിന്റെ ഇൻഡക്ഷൻ കോയിലാണ്. ഇൻഡക്ഷൻ കോയിൽ കൊടുക്കേണ്ടത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് 2 സ്ക്രൂ ഉപയോഗിച്ചാണ് ഇൻഡക്ഷൻ കോയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറിന്റെ ബോർഡ് ഹീറ്റാകുന്ന സമയത്ത് ബോർഡിലുള്ള കമ്പോണൻസ് കേടാകാതിരിക്കാൻ വേണ്ടി ബോർഡിനെ തണുപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഫാൻ കൊടുത്തിരിക്കുന്നത്. ഫാനിന്റെ കണക്ഷൻ കൊടുക്കേണ്ടത് ഈ ഭാഗത്താണ്. ഫാൻ കൊടുക്കുന്നതിനു മുമ്പ് ഫാൻ 12 വോൾട്ട് ആണോ അതോ 18 വോൾട്ട് ആണോ എന്ന് നോക്കിയതിനു ശേഷം കണക്ട് ചെയ്യുക. 12 വോൾട്ടിന്റെ ഫാൻ ആണെങ്കിൽ 12 വോൾട്ടിന്റെ സോക്കറ്റിലും 18 വോൾട്ടിന്റെ ഫാൻ ആണെങ്കിൽ 18 വോൾട്ടിന്റെ സോക്കറ്റിലുമാണ് കൊടുക്കേണ്ടത്. ഇനി കൊടുക്കേണ്ടത് ഇൻഡക്ഷൻ കുക്കറിന്റെ ഇൻഡക്ഷൻ കോയിലിന്റെ മധ്യഭാഗത്തായി ഒരു സെൻസർ വരുന്നുണ്ട്. അത് എവിടെയാണ് കൊടുക്കേണ്ടത് എന്ന് നോക്കാം. സെൻസറിന്റെ കണക്ഷൻ കൊടുക്കേണ്ടത് ഇൻഡക്ഷൻ കുക്കറിന്റെ മദർ ബോർഡിന്റെ ഈ ഭാഗത്ത് വരുന്ന ഈ കാണുന്ന സോക്കറ്റിലാണ്. കണക്ഷൻ ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ട്. ഇനി കൊടുക്കാനുള്ളത് ഫ്രണ്ട് പാനൽ കണക്ഷനാണ്. ആ ഒരു കണക്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. പാനൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് നോക്കാം. ഫ്രണ്ട് പാനൽ കണക്ഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതിൽ ഒന്നാമത്തെ സ്വിച്ച് ഇൻഡക്ഷൻ കുക്കറിന്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ സ്വിച്ച് വരുന്നത് റെസ്ക്രവ് ടൈമർ. മൂന്നാമത്തെ സ്വിച്ച് റെസ്ക്രവ് ഹീറ്റ്. നാലാമത്തെ സ്വിച്ച് ടെമ്പറേച്ചർ, ടൈമർ തുടങ്ങിയ ഫംഗ്ഷൻ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്വിച്ചാണ്. അഞ്ചാമത്തെ സ്വിച്ച് ടെമ്പറേച്ചർ, ടൈമർ തുടങ്ങിയ ഫംഗ്ഷൻ കൂട്ടാൻ ഉപയോഗിക്കുന്ന സ്വിച്ചാണ്. ആറാമത്തെ പസ് ഫംഗ്ഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്വിച്ചാണ്. ഏഴാമത്തെ സ്വിച്ച് ഇൻഡക്ഷൻ കുക്കറിന്റെ ഓൺ ഓഫ് സംവിധാനം നിയന്ത്രിക്കുന്ന സ്വിച്ചാണ്. ഫ്രണ്ട് പാനലിന്റെ കണക്ഷൻ കൊടുക്കേണ്ടത് ഈ സോക്കറ്റിലാണ്. ഇത്രയും കൊടുത്തതിനു ശേഷം ഇൻഡക്ഷൻ കുക്കർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കുക, AC കറണ്ട് ലൈവ് വരുന്ന ഭാഗമാണ്. ബോർഡിന്റെ ഏതെങ്കിലും ഭാഗത്ത് തൊടുകയാണെങ്കിൽ കറണ്ട് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്ലൗസ് പോലുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു ഫംഗ്ഷൻ ചെക്ക് ചെയ്യാൻ. ഇനി ഇൻഡക്ഷൻ കുക്കറിന്റെ ഫ്രണ്ട് പാനൽ ഫിറ്റ് ചെയ്തു വെച്ചിരുന്ന ഭാഗം എടുക്കുക. അതിനുശേഷം ഇൻഡക്ഷൻ കുക്കറിന്റെ പഴയ പാനൽ അഴിച്ചു മാറ്റിയ ഭാഗത്ത് പുതുതായി വാങ്ങിച്ച പാനലിന്റെ ഡിസ്പ്ലേ കാണുന്ന രീതിയിൽ കവറിൽ ഡിസ്പ്ലേയുടെ മുൻവശം കാണുന്ന ഭാഗം ഫിറ്റ് ചെയ്യുക. ഡിസ്പ്ലേയുടെ ഭാഗം ഇതുപോലെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇൻഡക്ഷൻ കുക്കറിന്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള സ്വിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പുതിയ പാനലിൽ വരുന്ന സ്വിച്ചുകൾ ഓരോന്നായി ഒടിച്ചെടുത്ത് പഴയ ഇൻഡക്ഷൻ കുക്കറിന്റെ മുകൾ ഭാഗത്തെ ഫംഗ്ഷൻ വരുന്ന ഭാഗം നോക്കി അതാത് ഭാഗങ്ങളിൽ ഒട്ടിക്കുക. വീഡിയോയിൽ കാണുന്നതുപോലെ ഓരോ സ്ഥലവും നോക്കി അതാത് സ്വിച്ചുകൾ സൂപ്പർ ഗ്ലൂ പോലുള്ള പശ ഉപയോഗിച്ച് ഒട്ടിച്ചു വയ്ക്കുക. ഇൻഡക്ഷൻ കുക്കറിന്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇൻഡക്ഷൻ കുക്കർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഇൻഡക്ഷൻ കുക്കർ ഓൺ ആയിട്ടുണ്ട്. ഇൻഡക്ഷൻ കുക്കറിന്റെ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇൻഡക്ഷൻ കുക്കറിന്റെ ബോർഡിന്റെ അകത്ത് ലൈവ് കറണ്ട് വരുന്ന ഭാഗമാണ്. ഒരു കാരണവശാലും കൈകൊണ്ട് തൊടുകയോ ബോഡി സ്പർശിക്കുകയോ ചെയ്യരുത്. ലൈവ് കറണ്ട് വരുന്നതുകൊണ്ട് വൈദ്യുത ആഘാതം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ധരിക്കുക. സൂക്ഷിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നന്ദി.